ഞാൻ പറഞ്ഞു വരുന്നത് ഈ ജനങ്ങൾ എന്നത് അത് മാത്രം വിഷയായില്ലേ? മശായിഖിന്റെ ഭാഗം എവിടെ? ആത്മീയതയുടെ ഭാഗം എവിടെ? എന്താ പ്രസംഗിച്ചത് തിരുവനന്തപുരത്ത്? ഞങ്ങളെ ജനങ്ങൾ വലുതാക്കി എന്നാണ്. ജനങ്ങൾ ഞങ്ങളെ വലുതാക്കി എന്നാണ് ഖലീൽ തങ്ങളുടെ കാര്യമായ പ്രസ്താവന. പല സംശയവും ഞങ്ങൾക്കുണ്ട്. ജനങ്ങൾ വലുതാക്കാൻ പറ്റൂല, പേരോട് പറഞ്ഞ തൗഹീദിനെതിരാ. അല്ലല്ലേ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, ജനങ്ങൾ ചെയ്യാൻ പറ്റുമോ ഒന്ന്? പിന്നെ ജനങ്ങളെ സംതൃപ്തിയും ജനങ്ങളുടെ അംഗീകാരവും ഇതിനപ്പുറം എന്ത് സംഭവാപടങ്ങൾ ഉണ്ടാക്കിയെടുത്ത് എന്നിട്ടൊരു പ്രഖ്യാപനം നടത്തി. അവിടെ നിന്ന് എന്താണെന്നറിയോ? ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് ശേഷം ഒരു സമസ്തയുടെ സമ്മേളനം വരുന്നുണ്ട്. ഇന്ത്യ രാജ്യം ഇന്ന് വരെ കാണുകയോ ഇനി കാണാൻ പോവുകയോ ഇല്ലാത്ത രൂപത്തിൽ അത്ര പൊങ്ങച്ചം പറഞ്ഞ് അവനാൻ്റെ നിലമറന്ന് സംസാരിച്ച് ഏത് സ്റ്റേജിലിരുന്നു എന്ന് പറയാൻ പോലും ഓർക്കാൻ പോലും സമയം കിട്ടാതെ എന്തൊക്കെയോ വിളിച്ചു പറയാം. ഒന്ന് കേട്ടോളൂ ഒരു പ്രസ്താവന. ഞങ്ങൾ ഇവിടെ ഒരു ജനക്കൂട്ടം ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങളുടെ തീരുമാനം 6000-ൽ പരം വരുന്ന CG അംഗങ്ങളുടെ പരേഡായിരുന്നു. പക്ഷേ ഞങ്ങളെ ജനങ്ങൾ വലുതാക്കി, ഞങ്ങളെ ജനങ്ങൾ ഒഴുകിയെത്തി. എന്നാൽ ഞങ്ങളുടെ സമസ്ത സെന്റിനറി ഇൻഷാ അല്ലാഹ് 2026-ൽ നടക്കുക തന്നെ ചെയ്യും. അതിന് തുല്യമായൊരു സമ്മേളനം അതിന്റെ മുമ്പോ ശേഷമോ കേരളമോ ഇന്ത്യയോ കാണാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു സമ്മേളനം ഇൻഷാ അല്ലാഹ് ഇന്ന് തൊട്ട് എന്റെ കള്ളണ്ട കഷ്ണങ്ങളായ പ്രവർത്തകർക്ക് സമസ്ത ഉഷാറായിന്. ഇന്ത്യ രാജ്യമെന്ന് പറയുന്ന രാജ്യം ഇന്ന് വരെ കണ്ടിട്ടുണ്ടാവില്ല, ഇനി കാണാൻ പോകുന്നില്ല. എന്ത് 4 തലകെട്ടിട്ട് മൊയിലേരുട്ടിയാൾ മുന്നിലിരുന്ന ശാസനെ കുറിച്ചായി പറയുന്നത്. 4 മൈലേമാർ അവിടുന്നും ഇവിടുന്നും വന്ന് അതെന്നെ അവിടെ എത്തിയിട്ട് വെള്ളിയാഴ്ചയാണല്ലോ, ജുമ പോലും പലർക്കും കിട്ടിയില്ല. അതെല്ലാം ആയിട്ട് അവിടെ വന്നിട്ട് ഇരുന്ന് ഈ രൂപത്തിലുള്ളവർ ഇവിടെ ബലനല്ലേ ഇനിയിപ്പോൾ സമ്മേളനത്തിന് പോകാനുള്ളൂ. വേറെ ഇപ്പം അന്ന് വഹാബ് സക്കാഫി പറഞ്ഞാൽ മലക്കിറങ്ങാനൊന്നുമില്ലല്ലോ. ഈ മുന്നിലിരുന്ന ഗവൺമെന്റ് അല്ലേ ഇനിയിപ്പോൾ സമ്മേളനത്തിന് പോകാൻ. എന്നിട്ട് പറയാ എന്ത്? ജനങ്ങൾ ഞങ്ങളെ വലുതാക്കി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമ്മേളനം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അധപ്പതനമായിരിക്കും അത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പറഞ്ഞത് ശരിയാണ്. അതിന് മുമ്പോ ശേഷമോ ഇന്ത്യ കണ്ടിട്ടുണ്ടാവില്ല, അയ്യാതി പരാജയമായിരിക്കും. ആ രൂപത്തിലുള്ള അധപ്പതനം. ഇപ്പൊ കേരള യാത്ര സമാപനം ഇന്ത്യ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു സംഭവം. നല്ലൊരു രാത്രിയിൽ രാഷ്ട്രീയക്കാർ തമ്മിലടിച്ച് പാവപ്പെട്ട വിശ്വാസികളുടെ ആ രാത്രി നഷ്ടപ്പെടുത്തിയ സംഭവം ഇന്ത്യ എന്നല്ല ലോകം തന്നെ മുമ്പും ശേഷവും കണ്ടിട്ടുണ്ടാവില്ല. അയ്യാതി അധപ്പതന. ദീനുമായിട്ടൊന്നും അതിന് യാതൊരു ബന്ധവുമില്ല. ആകെ ഉള്ളതെന്താ? രാഷ്ട്രീയക്കാർ അവരെ പണിയെടുക്കണം, അവരെ നമ്മളൊന്നും പറയുന്നില്ല. നല്ല ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർ അത് ഏതു പക്ഷത്തായാലും ഉണ്ടാകണം, അതല്ല എൻ്റെ വിഷയം. അവർ പറയുമ്പോൾ അതിങ്ങനെ വെച്ച് അതൊരു സംഭവമാക്കിയെടുത്ത് അവരാണ് ഞങ്ങൾക്കെല്ലാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് താബിഈയായ സഈദ് ഇബ്നുൽ മുസയ്യബ് തങ്ങൾ പറയുന്നുണ്ട്, ഇദാ റഅയ്തുമുൽ ആലിമ യഗ്സൽ ഉമറാ. ആലിം എന്ന് പറയുന്നവരെ നിങ്ങൾ കണ്ടാൽ യഗ്സൽ ഉമറ, ഓല ജോലി എപ്പോഴും ഈ ഭരണാധികാരികളും ഈ രാഷ്ട്രീയക്കാരോടും ഇവരോട് ചുറ്റിപ്പറ്റി അവരുടെ ആശീർവാദങ്ങൾ സ്വീകരിച്ച് അവരുമായി ബന്ധപ്പെട്ട് അവർ നന്മ പറഞ്ഞാൽ അതിന് യഗ്സാന്നാ പറഞ്ഞ് എല്ലാ അർത്ഥത്തിലും അവരെ പൊതിഞ്ഞ് അവർ മാത്രം മാനദണ്ഡമായി നിൽക്കുന്ന പണ്ഡിതനെ നിങ്ങൾ കണ്ടാൽ ഫഹ്ദറൂ മിൻഹു, അവനിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണേ. മറ്റേ അർത്ഥം വെച്ച പോലെ അവൻ്റെ ഒപ്പം സൂക്ഷിച്ച് നിൽക്കണേ എന്നല്ല, അവനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്നഹു ലിസ്സുൻ, അങ്ങനെ സ്വഭാവമുള്ള ആലിം അയാൾ കള്ളനാണ്. ഇഹ്യാ ഉലൂമുദ്ദീൻ എടുത്തു നോക്ക്, എന്നെ കുറ്റം പറയണ്ട. ഇതല്ലേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് എന്ത് ചെയ്യാനാകും?
വലിയ വലിയ ജനക്കൂട്ടം ഒരുക്കിയില്ലേ അബൂജഹൽ എന്ന്. അബൂജഹലിന്റെ സംഘം ആയിരക്കണക്കിനുണ്ടായിരുന്നു. അതിന്റെ പുറമെ പിശാച് അവന്റെ അനുയായികളെ കൊണ്ടുപോയി നിർത്തി അബൂജഹലിനോട് പറഞ്ഞു, ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ് വഇന്നീ ജാറുൽ ലക്കും. ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയൂല. കാരണം എന്താ? ഞങ്ങളും സംഘവും പിശാചൊക്കെ താങ്കളെ കൂടെ പെടണ്ട്. ഫലമ്മാ തറാഅത്തിൽ ഫിഅതാൻ നഖസ അലാ അഖബൈഹി വഖാല ഇന്നി ബരീഉം മിൻകും. അപ്പോഴാണ് മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങുന്നത്. അബൂജഹലിന് അത് കാണാൻ കഴിയില്ല, പക്ഷെ ഇബ്ലീസിന് കാണാം. അബൂജഹലിന്റെ കയ്യും പിടിച്ചിങ്ങനെ നിൽക്കുക. മനുഷ്യരൂപത്തിൽ വന്നതാ ഇബ്ലീസ്. കേരളയാത്ര ഇങ്ങനെയൊക്കെ അതിൻ്റെ ഇടക്ക ആര് വരുന്നു? മലക്കുകൾ വരുന്നത്. അപ്പോഴാണ് ഇബ്ലീസ് ഓടുന്നത്. അബൂജഹൽ ചോദിച്ചു, എടുക്ക ഓടുന്ന എൻ്റെ സംഘം കൂടണ്ട് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ പറഞ്ഞടാ, ഇന്നീ ബരി ഉമ്മിക്കും, ഞങ്ങളൊപ്പല്ല. ഇന്നി അറാ മാലാ തറൗൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ല, ഞാൻ അള്ളാനെ ഭയപ്പെടുന്നുണ്ട്. അള്ളാന്റെ ശിക്ഷയെ ഓനും പേടിയാണ്. അഹങ്കാരം സമ്മതിക്കൂല എന്നേ ഉള്ളൂ. എന്തുണ്ടായി ആ സംഘം? കം മിൻ ഫിഅത്തിൻ ഖലീല ഗലബത് ഫിഅത്തൻ കസീറ. നിങ്ങൾ ഈ പറയുന്ന വൻ സംഘം എന്ന് പറയുന്ന സംഭവത്തിന് എന്തെങ്കിലും ഒരു ഫലമുണ്ടാക്കാൻ കഴിഞ്ഞോ? അതേ സമയത്ത് മുസ്ലിമീങ്ങളോട് അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്. അതേ, വലഖദ് നസറക്കുമുല്ലാഹു ബിബദർ വഅൻതും അദില്ല. ആയുധങ്ങളില്ല, സാമഗ്രികളില്ല, ഒന്നുമില്ല, ആൾഫലമില്ല. പക്ഷേ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അള്ളാഹുവിന്റെ സഹായമുണ്ട് നിങ്ങൾക്ക്. അതല്ലേ ബദറിന്റെ പാഠം. അല്ല നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ അതിജയിക്കാൻ ആർക്കും കഴിയില്ല. അള്ളയും അള്ളാന്റെ ആളുകളും നിങ്ങളെ കൈവഴിഞ്ഞു പോയാൽ ആരുണ്ട് നിങ്ങളെ സഹായിക്കാൻ? ഹുനൈനിലേക്ക് പോകുമ്പോ ഇത് ആജബത്തുക്കും കസറത്തുക്കും, കൂടുതൽ ആളുണ്ട് എന്ന് കരുതി ചില സംസാരങ്ങൾ വന്നപ്പോ ഫലം തുഗ്നി അൻകും ശൈആ, നിങ്ങളുടെ ഭൂരിപക്ഷമോ ആൾക്കൂട്ടമോ നിങ്ങൾക്ക് മതിയായില്ല. ലോഖത്ത് അലൈക്കുമുൽ അർദു ബിമാ റഹബത്, വിശാലമായ ഭൂമി തന്നെ നിങ്ങൾക്ക് ഇടുങ്ങിയതായി തോന്നി. സുമ്മ വല്ലൈതും മുദ്ബിരീൻ, പിന്തിരിഞ്ഞോടേണ്ടി വന്നു. ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها. അല്ലാഹു പറയാണ്, പിന്നെ നമ്മൾ റസൂലുള്ളാഹിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിപ്പിച്ചതെങ്ങനെ? നമ്മൾ സഹായിച്ചു, കാണാത്ത സൈന്യത്തെ ഇറക്കി കൊടുത്തു. സഹായം വേണ്ടത് അല്ലാഹുവിൻ്റെതാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അതുകൊണ്ട് ദാവിയത്ത് സൂഫിയ മശായിഖന്മാരുടെ അഹ്ലു മൊത്തം എല്ലാവർക്കും പറയാനുള്ള ഒറ്റ വാക്ക്, സഹായം റബ്ബിൽ നിന്ന് വേണം. അത് റബ്ബിന്റെ ആളുകളിലൂടെയാണ് നമുക്ക് ലഭിക്കുക. അവര് നമ്മുടെ കൂടെയുണ്ടോ? പച്ചയായി പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു വലിയന്റെ സപ്പോർട്ട് നമുക്കുണ്ടോ? ഒരു വലിയ നമുക്ക് ആശീർവാദം നൽകുന്നുണ്ടോ? ഒരു മഹാൻ നമ്മുടെ കൂടെയുണ്ടോ? തെളിവാണ് എല്ലാ മഹാന്മാരും നമ്മുടെ കൂടെയുണ്ട് എന്നതിന്റെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്നതിന്റെ. അതാണ് സഹോദരങ്ങളെ അൽ ജമാഅ. അതിന്റെ അപ്പുറത്തേക്ക് ജനങ്ങളുടെ പ്രശസ്തിയും അതിഭൗതികതയും തലയിൽ കയറിയിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക്. സമസ്ത ഉണ്ടാക്കിയത് എന്തിനാന്നാ പറഞ്ഞത്? സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണത്തിന്. ആ സമസ്തക്ക് വേണ്ടി യാത്ര നടത്തിയിട്ട് പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം എവിടെയാ പറഞ്ഞത്? എന്താ തിരുവനന്തപുരത്തൊക്കെ സംഭവിച്ചത്? മഗ്രിബ് മുതൽ 2 മണിക്കൂർ സമയം മിഅ്റാജിന്റെ രാവിൽ രാഷ്ട്രീയക്കാരങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന സംസാരങ്ങൾ മാത്രം. ഇതാണോ നിങ്ങൾ ഈ പറഞ്ഞ സമസ്തയുടെ യാത്ര? എന്താ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഞങ്ങളെ ജനങ്ങൾ വലുതാക്കി, അവരെ മദുഹും അവരുടെ ദമ്മും സമമാകണം എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് സുന്നികൾ. ഔലിയാക്കന്മാരെ മശായിഖന്മാരൊന്നും ആവശ്യമില്ല. ജനങ്ങൾ വലുതാക്കുന്നു, ഇനി ഇന്ത്യ കാണൂല എന്ന് പ്രഖ്യാപനം. ഇതൊക്കെ എത്ര ആൾ പ്രഖ്യാപിച്ചതാ അവിടെ? അപ്പൊ നിങ്ങളുടെ, അതാണ് ഞാൻ പറഞ്ഞത്, മതത്തില്ല എന്നിട്ട് എന്താ നിങ്ങൾ പറഞ്ഞു നടന്നത്? എന്തൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടത്?
ഓരോ സ്ഥലത്ത് എന്നിട്ട് എന്താ ഇവർ പറയുന്നത്? ഒരു സ്ഥലത്ത് എന്നിട്ട് മൂപ്പര് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മുടെ രാജ്യം ഒളിമ്പിക്സിൽ വിജയ ശതമാനം വളരെ കുറവാണ്, അതുകൊണ്ട് അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ജാതി ഇത് പറയണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പറയണ്ട, നമുക്ക് അഭിപ്രായമില്ല. ഒരു നാട്ടിൽ എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പല ദീന് കാര്യം പറയുന്ന ഇടയിലൊന്ന് പറയുന്ന പോലെ ഇതേ പറയുന്നുള്ളൂ. അതിനാ യാത്ര. കേട്ടോളൂ ആ സംസാരം. എടുത്തു നോക്കിയാൽ ഇക്കാലം അത്രയും എത്ര ഒളിമ്പിക്സ് ജേതാക്കൾ കേരളത്തിൽ നിന്നുണ്ട്, ഇന്ത്യയിൽ നിന്നുണ്ട്. വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമല്ലേ ഒളിമ്പിക്സ് ജേതാക്കളായി ഇന്ത്യയിൽ നിന്ന് കാണാൻ കഴിയുകയുള്ളൂ. ഈ അവസ്ഥ ഇന്ത്യ മാറണം. ഒന്നുകൂടി മനസ്സിലാക്കണം. റാങ്കിംഗ് സിസ്റ്റം. അപ്പൊ എന്താ ചെയ്യേണ്ടി? മഹദിൽ അതിന് സ്പെഷ്യൽ ഒരു കോച്ചിങ് സെന്റർ ഏർപ്പെടുത്തണം. ഒളിമ്പിക്സിലേക്ക് പോകുന്ന ആളുകൾക്ക് കോച്ചിങ് നടത്തുന്ന മലപ്പുറം മഹദീനിന്റെ ഒരു സംരംഭം അങ്ങനെ തുടങ്ങി കാണിച്ചു കൊടുക്കണം. അപ്പോഴല്ലേ ഉസാറാവുള്ളൂ. ഇങ്ങനെ ഇതിപ്പോതാ ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്തെത്തിയാൽ പറയും ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഒരു എയർപോർട്ട് ഉണ്ടാക്കണം. കുറച്ചപ്പുറത്ത് പോയാൽ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കസേര കുറവുണ്ട്, അതുണ്ടാക്കണം. സമസ്തന്റെ പ്രചരണത്തിന് കൊണ്ട് യാത്ര നടത്തിയിട്ട് എത്ര ആൾക്ക് നിങ്ങൾ ആഖിറവുമായി ബന്ധപ്പെട്ട വാഴ്ന്നു പറഞ്ഞു കൊടുത്തു? ദീനുമായി ബന്ധപ്പെട്ട കാര്യം എന്ത് പറഞ്ഞു? ആകെ പറയാൻ ഏൽപ്പിച്ച ആൾ പേരോട് അയാളൊക്കെ വികലമാക്കിയിട്ടാണ് പറഞ്ഞത്. ആസഫിന് ബർഖിയ തങ്ങള് സുലൈമാൻ നബിയുടെ ആവശ്യപ്രകാരം ബിൽക്കീസിന്റെ കൊട്ടാരം സിംഹാസനം കൊണ്ടുവന്നത് ദ്വാരന്നിട്ട് അള്ള കൊടുത്തു എന്ന് പറഞ്ഞു. ദ്വാരക്കാനോടെ നേരം അൽ ഫാത്തിഹ റിമോത്തിന് കൊണ്ടുവരണ്ടേ? കണ്ണ് ചിമ്മി തുറക്കുന്നതിന് കൊണ്ടുവരണ്ടേത്? ഇങ്ങനെ ആദർശം വികലമാക്കി അവതരിപ്പിച്ചു എന്നതല്ലാതെ എവിടെയാ നിങ്ങൾ ദീനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? വേറൊരു സ്ഥലത്ത് പറഞ്ഞത് വന്യജീവികൾ ഇറങ്ങി വരുമ്പോൾ നമ്മൾ അതിന് പരിഹാരമായി നമ്മളൊക്കെ കാട്ടിലേക്ക് പോയി അവിടെ നമ്മൾ ചക്കയും മാങ്ങയും ഉണ്ടാക്കി കൊടുക്കണം. ചക്കയും മാങ്ങ ഉണ്ടാകുമ്പോൾ ഇവൻ്റെ തല കാണോ കാട്ടു പോയാൽ? എന്തായി പറയുന്നത് കൂടി കേട്ടോളൂ. ഒട്ടുമിക്ക ജില്ലകൾ ചെല്ലുമ്പോഴും ഞങ്ങൾ കേൾക്കുന്ന പരാതി വന്യജീവികളുടെ ശല്യങ്ങളാണ്. എല്ലാവർക്കും പറയാനുണ്ട്, വന്യജീവി ശല്യത്തിന് എന്ത് പരിഹാരമുണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ട ഒരു പരിഹാര മാർഗം ഈ വന്യജീവികൾ കാട് വിട്ട് പുറത്തേക്ക് വരുന്നത് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. പ്രധാനമായും ഒന്ന്, അവർക്ക് കാടുകളിൽ യഥേഷ്ടം ഭക്ഷിക്കാൻ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ കിട്ടാത്തത് കൊണ്ട് പലപ്പോഴും മാങ്ങയും ചക്കയും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് വന്നുകൊണ്ട് പിലാവിലെ ചക്കകൾ, പഴങ്ങൾ, മാങ്ങകൾ ഭക്ഷ്യവസ്തുക്കളാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ടത്. മറ്റൊന്ന്, ജലസ്രോതസ്സുകളില്ലാത്തത് കൊണ്ട് ശക്തമായ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ഇഷ്ടം പോലെ വെള്ളം വേണം. അവർക്ക് ശരീരം തണുപ്പിക്കണം, കുളിക്കണം. ഞങ്ങൾ ഇതിന് കാണുന്ന ഒരു പരിഹാര മാർഗം യഥേഷ്ടം കാടുകളിൽ പ്ലാവും മാവും ഇത്യാദി ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് ചക്കകളും മറ്റ് പഴങ്ങളും നിറഞ്ഞു നിന്നാൽ ഇഷ്ടം പോലെ അത് വലിയ വിഷയമായി അവതരിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളെ നാട്ടിൽ വലിയ ഇടങ്ങാറ് പുലി വരുന്നതാണ് ഒന്ന്. പുലി വരുന്നതിനുള്ള പരിഹാരം എന്താ? കാട്ടിൽ ചക്ക കൊടുക്കണമെന്നാണ്. പുലിൻ്റെ അടുത്തേക്ക് ചക്കയായിട്ട് പോയ ആളെ തന്നെ കാണും. അല്ലെങ്കിൽ കാട്ടിൽ ഇതിന് വല്ല കുറവുണ്ടോ? അപ്പോൾ ഒരു തലും വാലില്ലാതെ ഇതെല്ലാം കൂടി ഇപ്പോൾ ഖലീലുൽ ബുഖാരി തങ്ങളെ നേതൃത്വത്തിൽ കാട് കയറിയിട്ട് പിലാവും പിന്നെ മാങ്ങ ഒക്കെ അവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ എന്താവും? വന്യജീവികളെക്കാൾ പ്രശ്നം വരല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇബലൊന്നും ഇറങ്ങാതെ ഈ നാട് നന്നാവൂലേ? വന്യജീവിക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുക. ദീന് നശിപ്പിക്കുന്ന നിങ്ങളൊന്നും അടങ്ങി നിന്നാൽ തന്നെ പ്രശ്നം തീരും. അതിനെന്താ മാർഗം എന്നാ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമുദായത്തെ മുഴുവനും നശിപ്പിച്ച് പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅയെ നശിപ്പിക്കാൻ ഭൗതികതയുടെ അതിപ്രസരം